ഇതാണ് നമ്മുടെ മാവേലിക്കര ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ബസ് വരുന്നത്. ഒരു ഓർഡിനറി ബസ്സാണ്, നല്ല ഫുള്ളി റിഫൈൻഡ് ആണ് ബസ്. KSRTC ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാനുണ്ട്, വീഡിയോ മൊത്തത്തിൽ കാണുക. ഇതാ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ആഗതമായിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചടങ്ങുകൾ നിർവഹിക്കുകയാണ്. ഫ്രണ്ടിലത്തെ ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, മാവേലിക്കര KSRTC ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ഇന്നിവിടെ നടന്നിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മാത്രം പറയുന്നില്ല, കാരണം നിങ്ങൾ ഏത് സമയത്താണ് വീഡിയോ കാണുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. സോ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ മാവേലിക്കര KSRTC റീജിയൻ മാവേലിക്കരയുടെ പുതിയ ഡ്രൈവിംഗ് സ്കൂൾ ഇനാഗുറേഷൻ ചെയ്യാൻ പോവുകയാണ് ഇന്ന്. അപ്പം KSRTC പുതിയതായിട്ട് ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇനാഗുറേഷൻ ചടങ്ങുകളുടെ ചെറിയൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനാഗുറേഷൻ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറാണ്. അപ്പം അദ്ദേഹം വരുന്ന കാര്യങ്ങളും ഉദ്ഘാടന ചടങ്ങുകളും പിന്നെ KSRTC ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൻ്റേതായിട്ടുള്ള 4 വണ്ടികൾ കാണാം. 2 ഹീറോയുടെ വണ്ടികളാണ്, 2 വീലേഴ്സ്. ഒരു ഹീറോ പ്ലഷർ പ്ലസും ഒരു HF ഡീലക്സും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സെലേറിയോ, പിന്നെ KSRTCയുടെ തന്നെ ഒരു ഓർഡിനറി ബസ് അവർ കൺവേർട്ട് ചെയ്ത് ഹെവി വെഹിക്കിൾസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഓർഡിനറി ബസ് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അപ്പം അടിപൊളിയാണ് ഈ ബസ്, നല്ല പെയിൻറ്റ് വർക്കൊക്കെ ചെയ്ത് സൈഡിലൊക്കെ കുറേ സിഗ്നൽസും കാര്യങ്ങളൊക്കെ അത് എന്തൊക്കെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പം വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഹീറോ പ്ലഷറും ഡീലക്സും. സെലേറിയോ ഉണ്ട്. അന്ന് സ്റ്റിക്കറൊക്കെ വെച്ചപ്പോഴത്തേക്ക് നല്ല രസമായി വണ്ടി. സോ ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ അകത്തേക്ക് വരുന്നതായിരിക്കും.
KSRTC ഡ്രൈവിംഗ് സ്കൂൾ മാവേലിക്കരയുടെ ഉദ്ഘാടന കർമ്മങ്ങൾ മന്ത്രി നിർവഹിക്കുകയാണ്. മന്ത്രി ശ്രീ KV ഗണേഷ് കുമാർ അവർ നിർവഹിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വരുന്ന സാറിനെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. മാവേലിക്കര MBA ആണ്. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് റീലുകളൊക്കെ ചെയ്യുന്നതാണ് റോഡ് സുരക്ഷയെ പറ്റി ഇൻസ്റ്റാഗ്രാമിലൊക്കെ. കേരള സ്റ്റേറ്റ് 7 ഇന്നോവ ക്രിസ്റ്റയാണ് ഗണേഷ് കുമാർ സാറിൻ്റെ വണ്ടി. തൊട്ടപ്പുറത്ത് കിടക്കുന്ന XL6 ആണ് മാവേലിക്കര MLA ശ്രീ MS അരുൺകുമാറിൻ്റെ ആണ്. ഇവിടെ മറ്റനേകം വണ്ടികൾ നമുക്ക് കാണാം. തൊട്ട് ഫ്രണ്ടിലായിട്ട് പോയ ബൈക്കുകളുടെ നിരയൊക്കെ വന്നിട്ടുണ്ട്. കുറേ ബൈക്ക് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ വിൻറ്റേജ് വണ്ടികളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കിടക്കുന്നത് കാണാം. സോ ഇതാണ് ഇവിടുത്തെ സിമുലേറ്റർ റൂം, ഡ്രൈവിംഗ് ക്ലാസ് റൂമാണ്. സോ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സ്, ഇതപ്പോൾ ഒരു ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാർ സിമുലേറ്റർ സിസ്റ്റമാണ്. നമ്മുടെ നോർമൽ കാറിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ. പുള്ളിക്കാരൻ ജയ്പൂർ ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നേക്കുന്നത്. അവർ നമ്മുടെ നാട്ടുകാരല്ല. അപ്പോൾ അവരാണ് ഇതെല്ലാം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഞങ്ങൾ സംസാരിച്ച് നോക്കിയായിരുന്നു. അപ്പം അവർ അവിടെ നിന്ന് ഇവിടെ എല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്ത് അസംബിൾ ചെയ്തെടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ കൺട്രോളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുവാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ക്ലച്ച് വിടുന്ന സമയം അതൊക്കെ കറക്റ്റായിട്ട് കാണിക്കുക. നമ്മൾ ക്ലച്ച് കറക്റ്റായിട്ടാണ് എടുക്കുന്നത്, കാലെടുക്കുന്നത്, അതോ ചാടിയൊക്കെയാണ് വണ്ടി എടുക്കുന്നത്, എല്ലാം അതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും. അങ്ങനെ ആകുമ്പം ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന സിസ്റ്റമാണ്. ഹാൻഡ് ബ്രേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇട്ടില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അതെല്ലാം അതിനകത്ത് കാണിക്കും. പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഗിയർ റേഷ്യയിലാണോ നമ്മൾ പോകുന്നത്, നമ്മൾ കറക്റ്റ് സ്പീഡിലാണോ ഗിയർ മാറ്റുന്നത്, ഇതെല്ലാം കറക്റ്റായിട്ട് കാണിക്കുക. ഇതിനകത്തുള്ള സ്ക്രീനിൻ്റെ മുകളിൽ തന്നെ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെല്ലാം എഴുതി കാണിക്കുക. ഇതെൻ്റെ കൂട്ടുകാരൻ മൂസയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ്. ഈ ഒരു സിമുലേറ്ററിനകത്ത് കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം ഇതിനകത്ത് ഇനി മെയിനായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫീച്ചേഴ്സ്, നമ്മളിപ്പം ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് വണ്ടി തിരിച്ചില്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൽ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ വരും. ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്നിട്ട് സ്ക്രീനിൻ്റെ മുകളിൽ തന്നെ എഴുതി കാണിക്കും നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടാണ് തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളുകൊണ്ട് നമ്മൾ ഗിയർ ക്ലച്ചിലും ആക്സിലേറ്ററും ബ്രേക്കിലും വെച്ചേക്കുന്ന നമ്മുടെ കാലിൻ്റെ ലെവൽ അത് മാറുന്ന കാണുന്നുണ്ട്. നീലയും ചുവപ്പുമായിട്ടൊക്കെ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടാണ് കാല് വെക്കുന്നതെന്നൊക്കെ കൊണ്ട് കറക്റ്റായിട്ട് കാണിക്കും. പിന്നെ തൊട്ട് മുകളിൽ തന്നെ നമ്മൾ ആ ഒരു ചെറിയ ക്യാമറ വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ. നമ്മൾ ഡ്രൈവറിൻ്റെ വ്യൂ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ റോഡിലോട്ട് നോക്കി തന്നെ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗിയറിലോട്ട് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചെറിയൊരു ക്യാമറ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സംഭവം മൊത്തത്തിൽ കൊള്ളാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ ഡ്രൈവിംഗ് സിമുലേറ്റർ ഓടിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞ ഇതൊരു ലക്കാണ്. കാരണം ഇന്നിവിടെ വന്നതുകൊണ്ടാണ് ഈ ഒരു അവസരം കിട്ടിയത്. ഈ ഒരു സിമുലേറ്റർ ഓടിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഡേ തന്നെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഗിയർ മാറാത്തോട്ടാ ഗിയർ.
ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു ഡ്രൈവിംഗ് ക്ലാസ് റൂമിൻ്റെ ഉൾവശം വരുന്നത്. ഇതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മീംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ലോകം മുഴുവൻ കാണും. ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്ന റോഡ് സേഫ്റ്റി കേഡറ്റുകളുടെ അംഗങ്ങളായി വരുന്ന പ്രിയമുള്ള കുഞ്ഞുമക്കളെ, പ്രിയമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ, മാവേലിക്കര KSRTC ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ഇന്നിവിടെ നടന്നിരിക്കുകയാണ്. മാവേലിക്കര MLA പ്രത്യേക താല്പര്യം അനിൽകുമാർ ഡ്രൈവിംഗ് സ്കൂളുകൾ കൊടുക്കുന്നത് അറിഞ്ഞപ്പോൾ തന്നെ എന്നെ വന്ന് കണ്ടു. ഒരു ഡ്രൈവിംഗ് സ്കൂൾ എന്ത് വന്നാലും ചേട്ടൻ എനിക്ക് തരണം. അനിൽകുമാർ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ കാണുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞനിയനായിട്ടാണ് ഞാൻ അനന്ത കാണുന്നത്. തിരുവനന്തപുരത്ത് വന്നാൽ എൻ്റെ ഓഫീസിൽ ഒന്ന് വെറുതെ എന്നെ കണ്ടിട്ട് പോകും. കാര്യം സാധിക്കുന്നെങ്കിൽ വെറുതെ ഒന്ന് വന്നെങ്കിൽ സലാം പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു എൻ്റെ പ്രിയ സഹോദരനാണ്, എൻ്റെ ചെറിയനാണ് അനിൽകുമാർ. അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ പൈസയൊക്കെ MLA പണി തരേണ്ടി വരും, കാറും നിങ്ങൾ തരാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കാറുണ്ട്, അതിനൊന്നും ഒരു തടസ്സമില്ലാന്ന്. പക്ഷേ നമ്മൾ സന്തോഷത്തോട് പറയാം, ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ അദ്ദേഹം 12 ലക്ഷം രൂപ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ഒരു 10 ലക്ഷം രൂപ KSRTC ഈ സെൻട്രൽ വർക്സിൻ്റെ ഇവിടുത്തെ ഒരു റീജിയണൽ വർക്ക്ഷോപ്പാണ്. മാവേലിക്കര KSRTC ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക്ഷോപ്പാണ്. തിരുവനന്തപുരം സെൻട്രൽ ചീഫ് വർക്ക്ഷോപ്പ് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടേക്ക് പോകണം, ഇടപ്പാട് പോകണം. അപ്പം അങ്ങനെ ഏറ്റവും നല്ല ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിന് 5 ലക്ഷം രൂപ, മാവേലിക്കര ഡിപ്പോ കമ്പ്യൂട്ടറൈസേഷൻ മറ്റൊരു 5 ലക്ഷം. അവരുടെ ഗവൺമെൻറ് ടെസ്റ്റ് നടത്തുന്നത് കഴിഞ്ഞ ഈ വൻകുടയുടെ ഗവൺമെൻറ് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ സമരം നടത്തുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് ചെയ്യും. ആ പരിപാടിയുടെ KSRTC ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നതിന് ഈ സമരം ചെയ്താൽ അതിനാണ് 21 സ്ഥലത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടാക്കുന്നത്. ഏറ്റെടുക്കാൻ കൊണ്ടല്ലോ ഇത് അങ്ങോട്ട് എല്ലാവരും ഇഷ്ടം നല്ല എന്നെ വില വെച്ച് എല്ലാവരും ജീവിക്കണം. ഈ അപകടമില്ലാതെ നല്ലൊരു ലൈസൻസുമായി റോഡിലിറങ്ങുമ്പോൾ പുതിയ തലമുറ അപകടം ഉണ്ടാക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. എൻ്റെ ഡ്രൈവിംഗ് കൊണ്ട് മറ്റൊരാൾക്ക് ഒരു വിഷമം ഉണ്ടാകുന്ന ചിന്തയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന നല്ല ഒരു ജനറേഷൻ കാലത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ കേഡസിനെ ഉണ്ടാക്കുന്ന നല്ല കുഞ്ഞുങ്ങളും ഇതെല്ലാം വാഹനങ്ങൾ പരിശോധിക്കുക, രക്ഷകർത്താക്കളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് രക്ഷകർത്താവ് സുരക്ഷാകർത്താവ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഈ പദ്ധതി ആവശ്യം അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗതാഗത മന്ത്രി ശ്രീ KV ഗണേഷ് കുമാർ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെ, KSRTC ഉദ്യോഗസ്ഥന്മാരെ, മറ്റ് പ്രിയമുള്ളവരെ, ഗതാഗത വകുപ്പ് മാവേലിക്കലിൽ അനുവദിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂളിൻ്റെയും അതുപോലെ MLAയുടെ പ്രാദേശിക വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി മാവേലിക്കൽ റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെയും ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെയും ഉദ്ഘാടനം ഇവിടെ ഈ അവസരം സൂചിപ്പിക്കുവാൻ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ വരുന്നവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നവർക്കും ഉപയോഗിക്കാൻ
കണ്ടു കാണത്തില്ല സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മന്ത്രി ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അദ്ദേഹം എന്താണ്ട് ചിരിച്ചുകൊണ്ട് നമുക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമായി. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മനോഹരമായ വ്ളോഗിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.